അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത് വരുന്നവരെ വഴിയിൽ വെച്ച് തടയപ്പെടാറുണ്ട്. അതിനാണ് ഇഹ്സ്വാർ എന്ന് പറയുന്നത്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ 196 ആയത്തിൽ ഫൈൻ ഉഹ്സ്വിർതും ഫമസ്തൈസറ മിനൽ ഹദിയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തടയപ്പെട്ടാൽ ഒരു മൃഗത്തെ ബലിയർപ്പിക്കണം എന്നു ചുരുക്കസാരം. അതായത് ജിദ്ദയിൽ നിന്നോ മറ്റു ഭാഗങ്ങളിൽ നിന്നോ ഒക്കെ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത് വരുന്നവരെ പല കാരണങ്ങളാലും മതിയായ രേഖകളില്ലാത്ത കാരണം കൊണ്ടോ മറ്റോ ഒക്കെ പിടിക്കാറുണ്ട്, പിടിച്ച് നാട്ടിലേക്ക് അയക്കാറുണ്ട്. അറിവില്ലായ്മ കാരണം അങ്ങനെ പലരും നാട്ടിലെത്തിയാൽ അറിവില്ലാതെ സാധാരണ പോലെ അങ്ങനെ ജീവിക്കുകയുമാണ്. അതിനാൽ ഇങ്ങനെ ഇഹ്റാം ചെയ്തവരെ തടയപ്പെട്ട് നാട്ടിലേക്ക് അയച്ചാൽ അല്ലെങ്കിൽ തിരിച്ചയച്ചാൽ എന്ത് വേണം എന്ന് ചെറിയൊരു വിവരണം നൽകുകയാണ്. ഹജ്ജ് ഉംറകൾ പൂർത്തിയാക്കുന്നതിന് തടസ്സമുണ്ടാകുകയും വേറെ വഴിക്ക് രക്ഷപ്പെട്ടോ മറ്റോ പൂർത്തിയാക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാതിരിക്കുകയും ചെയ്താൽ തഹല്ലുലാകാം. അത് തടയുന്നത് മുസ്ലിമോ പോലീസോ മുസ്ലിം അല്ലാത്തവരോ ഏത് കാരണത്താലായാലും തടയപ്പെട്ടാൽ എന്താ വേണ്ടത്? ഖുർആൻ പറഞ്ഞു ഫമസ്തൈസറ മിനൽ ഹദിയ് വമൻ ഉയ്സുറാൻ ഇത്മാമി അർക്കാനി ഹജ്ജിൻ ഔ ഉംറത്തിൻ. ഹജ്ജോ ഉംറക്കോ ഇഹ്റാം ചെയ്തതിന്റെ ശേഷം അത് പൂർത്തിയാക്കലിന് തൊട്ടൊരാടെ തടയപ്പെട്ടു. ബി മൻഇ അദുവിൻ ഔ ബി ഹബ്സിൽ ആലിമിൻ, ഏതെങ്കിലും അക്രമി അവനെ പിടിച്ചു വെച്ചോ ശത്രുക്കൾ തടഞ്ഞോ മറ്റോ തഹല്ലല ജവാസൻ, അവന് തഹല്ലുലാകാം. എങ്ങനെയാ തഹല്ലുലാവല്? ബി ദബിഹ ദമിൻ, ഒരു മൃഗത്തെ അറുക്കണം. ഹൈസു ഉയ്സറ, അവനെ തടയപ്പെട്ട അതേ സ്ഥലത്ത്. അപ്പം ഞാൻ തഹല്ലുലാകുന്നു എന്ന നിയ്യത്തോടെ അറവ് നടത്തുകയും സുമ്മ യഹ്ലിഖു ബി നിയ്യത്തി തഹല്ലുലി, ഞാൻ തഹല്ലുലാകുന്നു എന്ന നിയ്യത്തോടെ അവൻ മുടിയെടുക്കുകയും, രണ്ടും വേണം. അറവ് എന്ന് പറഞ്ഞാൽ ഉദൂയ്യത്തും അഖീഖത്തും ഒക്കെ അറുക്കപ്പെടാവുന്ന നിബന്ധനകളത്തെ ഒരു മൃഗത്തെയാവണം, അല്ലെങ്കിൽ മാടിൻ്റെ ഏയിലോ ഒന്നായാലും മതി. ഫൈൻ അജസാനി ദമി, അറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സ്ഥലത്ത് എത്രയാണോ അതിന് കാശാവുക അത്ര കാശിന് കിട്ടുന്ന മുദ്ദുകളെ മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അതും കഴിഞ്ഞില്ലെങ്കിൽ ആ മുദ്ദ് കണക്കാക്കിയിട്ട് ഓരോ മുദ്ദിനുള്ള പകരമായ ദിവസങ്ങൾ അവൻ നോമ്പ് നിൽക്കണം. ഈ കാര്യം ബഹുമാനപ്പെട്ട ഷെർവാനി 4-ാം വാള്യം 205-ാമത്തെ പേജ്, നിഹായ ഷബ്ര മല്ലിസി അടക്കം വാള്യം 3 420-ാമത്തെ പേജ്, ബഹുമാനപ്പെട്ട കല്യൂബി 1-ാം വാള്യം 146-ാമത്തെ പേജ്, ബാജൂരി 1 638-ാമത്തെ പേജ്, തുഴഫ 4 പേജിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ തടയപ്പെട്ടാൽ ഞാൻ തഹല്ലുലാകുന്നു എന്ന് മാത്രം കരുതിയാൽ പോരാ, അറക്കണം ഈ നിയ്യത്തോടെ, ആ നിയ്യത്തോടെ തന്നെ മുടിയെടുക്കുകയും വേണം. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ തഹല്ലുലാകൂ. ഹറമിലോ ഹറമിന്റെ പുറത്തോ എവിടെ വെച്ച് തടയപ്പെട്ടാലും അറക്കേണ്ടതും വിതരണം ചെയ്യേണ്ടതും തടയപ്പെട്ട സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ ഹറമിന്റെ പുറത്ത് വെച്ചാണ് തടയപ്പെട്ടത് എങ്കിൽ അറക്കാൻ ഹറമിലേക്ക് മൃഗത്തെ കൊടുത്തയക്കുകയും ഹറമിൽ വെച്ച് അറക്കപ്പെടുകയും ചെയ്യാം. അങ്ങനെ കൊടുത്തയക്കുമ്പോൾ ഹറമിൽ വെച്ച് ആ മൃഗം അറത്തിട്ടുണ്ട് എന്ന് ബോധ്യമാകുന്നത് വരെ മുടിയെടുക്കാനോ തഹല്ലുലാകാനോ പറ്റില്ല. ഹറമിൽ വെച്ച് അറവ് നടത്തിയിട്ടുണ്ട് എന്ന വിവരം കിട്ടിയതിൻ്റെ ശേഷമാണ് തഹല്ലുലാകുന്നു എന്ന നിയ്യത്തോടെ അവൻ മുടിയെടുക്കേണ്ടത്. മേൽപ്രകാരം ഒരു ആടിനെ അറക്കാൻ ഒരാൾക്ക് സാധ്യമല്ലെങ്കിൽ ആ ആടിന് തടയപ്പെട്ട സ്ഥലത്ത് മാർക്കറ്റ് വില കണക്കാക്കി അത്ര ഭക്ഷ്യധാന്യം മുദ്ദുകളായി ദാനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴും വേണം ഞാൻ തഹല്ലുലാകുന്നു എന്ന നിയ്യത്ത്. എന്നിട്ട് അവൻ മുടിയെടുക്കുകയും വേണം, രണ്ടും വേണം. അതിനും സാധ്യമായില്ലെങ്കിലാണ് ആ ധാന്യത്തിൻ്റെ അളവ് മുദ്ദുകളായി കണക്കാക്കി ഓരോ മുദ്ദിനും ഓരോ നോമ്പ് വീതം അനുഷ്ഠിക്കുകയും ഞാൻ തഹല്ലുലാകുന്നു എന്ന നിയ്യത്തുണ്ടാവുകയും വേണം. ഇങ്ങനെയാകുന്നു അവൻ തഹല്ലുലാകേണ്ടത്. അറവ് നടത്തേണ്ടത് ഹൈസു ഉഹ്സ്വറ, എവിടെയാണോ തടയപ്പെട്ടത് അവിടെ തന്നെയാണ്. പക്ഷെ തടയപ്പെട്ടിടത്ത് സാധിക്കില്ലെങ്കിൽ അപ്പുറം ഇപ്പുറമൊക്കെ ആകാം. ഏതായാലും ഫലാ യജൂസു ബി മൗദിൻ ആഖറ, വേറെ ഒരു സ്ഥലത്ത് ഹില്ലിൽ വെച്ച് പറ്റൂല. എവിടെയാണോ തടയപ്പെട്ട അവിടെ തന്നെ വേണമെന്നാണ്. ഫുരിക്കരാമുല മസാക്കിന് ദാലിക്കൽ മൗദി, ആ തടയപ്പെട്ട സ്ഥലത്ത് സാധിക്കുമെങ്കിൽ അവിടെ തന്നെ അറുക്കുകയും അവിടത്തെ തന്നെ മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയും വേണം. യുക്കാസു അലൈഹിം ഫുഖറാഹു, മിസ്കിന്മാരോ ഫുഖറാക്കളോ ആകാം. വത്തഫക്കു അല ജവാസി ബഅസിഹി ഇലൽ ഹറം, പക്ഷേ ഹറമല്ലാത്ത സ്ഥലത്തിൽ നിന്ന് തടയപ്പെട്ടാൽ ഹറമിലേക്ക് അയക്കൽ അനുവദനീയമാണ്. നേരത്തെ ക്ലിപ്പിൽ അങ്ങനെ അയക്കണം എന്നല്ല, അയക്കാം എന്ന് മനസ്സിലാക്കണം. ചുരുക്കത്തിൽ ഹില്ലിലാണോ തടയപ്പെട്ടത് എങ്കിൽ അവിടെ വെച്ചോ ഹറമിലേക്ക് അയച്ചോ രണ്ടും അനുവദനീയമാണ്. ഹറമിൽ വെച്ചാണോ തടയപ്പെട്ടത് എങ്കിൽ ഹറമിൽ തന്നെ അറക്കൽ നിർബന്ധമാണ്. നിഹായ ഷബ്ര മല്ലീസി അടക്കം 3-ാം വാള്യം 420-ാം പേജ് നോക്കുക. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത് വരുന്ന ഒരാളെ അത് പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിധം തടയപ്പെട്ടു എന്നിരിക്കട്ടെ. അങ്ങനെ തടയപ്പെട്ടാൽ അറവ് നടത്തി മുടിയെടുത്ത് തഹല്ലുലാകാമെന്ന് പറഞ്ഞല്ലോ.
പക്ഷെ അത് ഖളാ വീട്ടലൊന്നും നിർബന്ധമേ ഇല്ല. ഹജ്ജായാലും ഉംറ ആയാലും തടയപ്പെട്ടത് ഖളാ വീട്ടൽ നിർബന്ധമാകുന്ന വിഷയേ ഇല്ല. പക്ഷെ അവൻ ഹജ്ജോ ഉംറയോ നിർബന്ധമായ ആളാണെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ നിർബന്ധം അവിടെ ശേഷിക്കും എന്നല്ലാതെ തടയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ആ ഒരു കർമ്മം അവന് വീട്ടൽ ഒരിക്കലും തന്നെ ഖളാ വീട്ടൽ നിർബന്ധമല്ല. ഇഹ്റാം ചെയ്ത ശേഷം ഒരാൾക്ക് രോഗം ഉണ്ടായി എന്ന് വെക്കുക. ആ രോഗത്തിൻ്റെ പേരിൽ തഹല്ലുലാകാൻ ഒരു വഴിയുമില്ല. രോഗത്തോടുകൂടി എത്ര ശക്തമായ രോഗമാണെങ്കിലും അതോടുകൂടി ഹജ്ജ് ഉംറ പൂർത്തിയാക്കാമല്ലോ. അതാണ് കാരണം. എനിക്ക് രോഗമായി എന്നുള്ള നിലക്ക് ഇഹ്റാം ചെയ്ത ഒരാൾ ഞാൻ തഹല്ലുലാകുന്നു എന്ന നിയ്യത്തോടുകൂടെ തഹല്ലുലാകാൻ വഴിയില്ല. പക്ഷേ ഇഹ്റാം ചെയ്യുമ്പോൾ തന്നെ ഒരാൾ ഷർത്ത് ഉപാധി വെച്ചു എന്നിരിക്കട്ടെ, ഞാൻ രോഗം ബാധിച്ചാൽ അവിടെ വെച്ച് തന്നെ തഹല്ലുലാകും എന്ന് ഉപാധിയോടെയാണ് ഒരാൾ ഉംറയിൽ പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ഹജ്ജിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഉപാധി വെച്ചാൽ ആ രോഗം ബാധിക്കുകയും ചെയ്താൽ അതോടുകൂടെ അവന് മുടി നീക്കി തഹല്ലുലാകാവുന്നതാണ് എന്ന് നിയമമുണ്ട്. അങ്ങനെ തഹല്ലുലായാൽ അതിന് പ്രത്യേകമായ അറവോ പ്രതിവിധികളോ ഒന്നും നിർബന്ധമല്ല. ആ നിയ്യത്തോടു കൂടെ മുടിയെടുത്താൽ മാത്രം മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, എനിക്ക് രോഗമുണ്ടായാൽ ആ രോഗമുണ്ടാകുമ്പോൾ ഞാൻ തഹല്ലുലാകും എന്ന ഉപാധിയോടുകൂടെ ആണെങ്കിലാണ് ഈ പറഞ്ഞത്. ഈ വിഷയങ്ങളെല്ലാം വിശദമായി ബഹുമാനപ്പെട്ട തുഹ്ഫ, നിഹായ അടക്കമുള്ള കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. വിശദ വിവരം ഇവിടെ പറയുന്നില്ല. അറിവില്ലാത്തവർ ഉലമാക്കളോട് ചോദിച്ച് കാര്യം മനസ്സിലാക്കണം എന്ന് മാത്രം ചുരുക്കി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഈ വിഷയത്തിൽ ഒരാൾ ഹജ്ജിനോ ഉംറക്കോ വേണ്ടി നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. സൗദി അറേബ്യയിലെ എയർപോർട്ടിൽ അവൻ്റെ വിസയുടെയോ വല്ല കാരണത്താൽ അവിടെ നിന്ന് തടയപ്പെട്ടു. അടുത്ത ഫ്ലൈറ്റിന് അവനെ നാട്ടിലേക്ക് തിരിച്ചയക്കും. അപ്പോൾ അവിടുന്ന് അവന് അറവ് നടത്താനൊന്നും സാധിക്കില്ല. അപ്പോൾ ആ അറവിൻ്റെ ചിലവിനുള്ള പണം ആ സ്ഥലത്തുള്ള ആരെങ്കിലും ഏൽപ്പിച്ച് അറക്കാൻ പറയുന്നത്, അതെന്താണ് ചെയ്യേണ്ടത്? ഉസ്താദ് അതൊന്ന് കൂടി വിശദീകരിച്ചാൽ നന്നായിരുന്നു. അതെ, ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത് ഒരാൾ മക്കയിലേക്ക് പുറപ്പെടും വഴി സൗദി എയർപോർട്ടിൽ വെച്ച് തടയപ്പെടുകയും നാട്ടിലേക്ക് തിരിച്ചയക്കപ്പെടുകയും ചെയ്താൽ തഹല്ലുലാകുന്നു എന്ന നിയ്യത്തോടെ ഹറമിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഒരു മൃഗത്തെ അയാൾക്ക് അറുക്കാൻ വേണ്ടി വക്കാലത്താക്കാം. അങ്ങനെ അറുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് കിട്ടിയതിൻ്റെ ശേഷം ഞാൻ തഹല്ലുലാകുന്നു എന്ന നിയ്യത്തോടെ അയാൾ തലയിൽ നിന്ന് 3 മുടിയെങ്കിലും നീക്കലോടെ പൂർണ്ണമായും അയാൾ തഹല്ലുലാകുന്നതാണ്. പിന്നെ ഇഹ്റാമിൻ്റെ മുമ്പുള്ള അതേ അവസ്ഥ പോലെ അയാൾക്ക് വസ്ത്രങ്ങളും മറ്റു എല്ലാ കാര്യങ്ങളും അയാൾക്ക് അനുവദനീയവുമാണ്. ഇങ്ങനെ തടയപ്പെട്ടു പൂർത്തിയാക്കാൻ കഴിയാതെ തടയപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ ആ കാര്യം അയാൾ ഇനി രണ്ടാമത് മടക്കി ഖളാ വീട്ടലൊന്നും നിർബന്ധവുമില്ല. ഹജ്ജോ ഉംറയോ ബാധ്യത അയാൾക്കുണ്ടെങ്കിൽ ആ ബാധ്യത അയാൾ നിർവഹിക്കണമെന്നല്ലാതെ തടയപ്പെട്ടു പൂർത്തിയാക്കാൻ കഴിയാത്തത് എന്നുള്ള നിലക്ക് രണ്ടാമത് അതിനെ ഖളാ വീട്ടലോ മടക്കലോ നിർബന്ധമേ ഇല്ല.